ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞ ഗുഡ്നെസ് ടി വിയുടെയും ഗുഡ്നെസ് യൂട്യൂബ് ചാനലിൻ്റെയും മാന്യ പ്രേക്ഷകരെ, കുരിശിൻ്റെ തണലിൽ ഷാഡോ ഓഫ് ദ ക്രോസ് എന്ന വചനപ്രഘോഷണ പരമ്പരയുടെ 30ാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങളേവരെയും ഏറ്റവും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ചിലപ്പോൾ നിങ്ങൾ പല ആളുകളുമായി പിണങ്ങി ഇരിക്കുകയായിരിക്കാം. നിങ്ങളുമായി പല ആളുകളും പിണക്കത്തിലും ആയിരിക്കാം. എന്താണ് ഇതിന് കാരണം? ഒരുപക്ഷെ നമ്മുടെയൊക്കെ വികാരങ്ങൾ, ഇമോഷൻസ് മറ്റുള്ളവർക്ക് തിരിച്ചറിയാനായിട്ട് പറ്റിയിട്ടുണ്ടാവില്ല. മറുവശത്ത് നമ്മളൊക്കെ ചിന്തിച്ച അതേ ലോജിക്ക് ഉപയോഗിക്കുവാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ വരുമ്പം നിശബ്ദതയിലൂടെയും മിണ്ടാതെയും ക്ഷമിക്കാൻ പറ്റാതെയും ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുകയായിരിക്കാം. ഈ അവസരത്തിൽ നമ്മുടെയൊക്കെ ശരീരത്തിലും മനസ്സിലും വലിയ ഒരു വ്യതിയാനം സംഭവിക്കുന്നു. പലപ്പോഴും നമ്മൾ രോഗികളായി തീരുവാൻ സാധ്യത ഏറെയാണ് എന്നാണ് ശാസ്ത്രീയ പഠനങ്ങൾ തെളിയിക്കുന്നത്. സ്നേഹമുള്ളവരെ, അങ്ങനെയെങ്കിൽ നമ്മളൊക്കെ ജീവിതത്തിൽ ക്ഷമിക്കുവാനുള്ള ഒരു ധൈര്യം, തൻ്റെ ഇടം കാണിക്കുവാനായി തയ്യാറാകണം. ജീവിതം സുന്ദരമാണ്. ആ ജീവിതത്തിൽ വലിയ വൈരാഗ്യത്തോടെ, വെറുപ്പോടെ, ക്ഷമയോടെ ജീവിക്കുവാൻ ശ്രമിച്ചാൽ ആ ജീവിതം മുഴുവൻ സ്ട്രെസ്ഫുള്ളായിട്ട് വലിയ അസ്വസ്ഥതയിലൂടെ കടന്നു പോവുകയുള്ളൂ. ചിലരൊക്കെ പറയാറുണ്ട്, പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ എന്തൊക്കെയോ പറഞ്ഞു, പിന്നെ ഫോൺ വിളിച്ച് രമ്യപ്പെടുവാനായി തയ്യാറായി, പക്ഷേ ഫോൺ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. നേരിൽ കാണുമ്പം അല്പം ഭയത്തോടെയാണെങ്കിലും അടുക്കിലേക്കൊന്ന് ചെല്ലാൻ, മുഖത്തേക്ക് നോക്കിയൊന്ന് പുഞ്ചിരി തൂകാൻ, എന്തെങ്കിലുമൊക്കെ സംസാരിക്കുവാൻ ആഗ്രഹിച്ചു, പക്ഷേ മൈൻഡ് ചെയ്യാതെ പോകുമ്പം വലിയ പ്രയാസമാണ്. ചിലർ പറഞ്ഞു, ഒരു നല്ല തുറന്നൊരു കത്തെഴുതി അത് രജിസ്റ്റർ ചെയ്ത് അയച്ചു, പക്ഷേ എൻ്റെ പേര് കണ്ടപ്പോൾ അത് സ്വീകരിക്കാതെ തിരിച്ചയച്ചു. സ്നേഹമുള്ളവരെ, ഇത് 1-2 ജീവിതങ്ങളല്ല, മറിച്ച് ഒത്തിരി പേര് ഇതുപോലുള്ള മാനസിക വ്യഥയിലൂടെ കടന്നു പോവുകയാണ്. 0 ആയെങ്കിൽ മാത്രമേ ഹീറോ ആകാൻ സാധിക്കുകയുള്ളൂ എന്ന എപ്പിസോഡിലൂടെ എങ്ങനെയാണ് ജീവിതത്തെ ഇതുപോലുള്ള കാര്യങ്ങളുണ്ടാകുമ്പോൾ കൈകാര്യം ചെയ്യേണ്ടതെന്നതിനെക്കുറിച്ച് ഞാൻ വ്യക്തമായി പ്രതിപാദിച്ചിരുന്നു. സ്നേഹമുള്ളവരെ, ഈ ക്ഷമയെക്കുറിച്ച് ആത്മീയ തലങ്ങളിൽ നിന്നുകൊണ്ടുള്ള ധാരാളം ടോക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. ഇന്ന് പ്രത്യേകമായി മനഃശാസ്ത്രപരമായ ഒരു സമീപനം സ്വീകരിച്ച് അങ്ങനെ വന്ന് ജീവിതത്തെ പാകപ്പെടുത്തിക്കൊണ്ട് ആത്മീയ നിർവൃതിയിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ ചെയ്യുവാൻ പോകുന്നത്. ക്ഷമിക്കാനൊന്ന് ധൈര്യം കാണിച്ചാൽ നമ്മുടെയൊക്കെ ജീവിതത്തിലെ ജീവിതശൈലി രോഗങ്ങൾ മാറ്റിയെടുക്കുവാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും ഹൃദ്രോഗത്തിന് മരുന്നെടുക്കുന്നുണ്ടാവാം. മരുന്നെടുക്കണം തീർച്ചയായിട്ടും. എന്നാൽ 4 ഗുളികളാണ് എടുക്കുന്നതെങ്കിൽ നല്ലൊരു കുമ്പസാരമൊക്കെ നടത്തി രമ്യപ്പെടാൻ തയ്യാറായാൽ നിങ്ങൾ ഉപയോഗിക്കുന്ന മരുന്ന് പകുതിയായിട്ട് കുറയ്ക്കുവാൻ പറ്റും. ഒരുപക്ഷെ നിങ്ങൾക്ക് ഷുഗർ അങ്ങേ അറ്റം വരെ എത്തിയിട്ടുണ്ടാവാം. നിങ്ങൾ ഇൻസുലിൻ എടുക്കുന്നത് 30-40 ml ആയിരിക്കാം. എന്നാൽ ഒന്ന് വിട്ടുവീഴ്ച ചെയ്യുവാനായിട്ട്, ക്ഷമിക്കുവാനായിട്ട് തയ്യാറായാൽ ഇത് പകുതിയായിട്ട് കുറയ്ക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ സ്ട്രെസ്ഫുള്ളായിട്ടുള്ള അനുഭവങ്ങളിലൂടെ, മാനസിക രോഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ടാവാം. എന്നാൽ ഒന്ന് ക്ഷമിക്കാനുള്ള ധൈര്യം കാണിച്ചു കഴിഞ്ഞാൽ ഇവയെല്ലാം പകുതിയായി കുറയ്ക്കുവാൻ, ഒരുപക്ഷെ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുവാൻ സാധിക്കുമെന്ന് ഞാൻ പറയുകയാണ്. ഈ ടോക്ക് മുഴുവൻ കേട്ടെങ്കിൽ മാത്രമേ ഇതിൻ്റെ മനഃശാസ്ത്രപരമായ സമീപനങ്ങളും പ്രായോഗികമായ കാര്യങ്ങളും നമ്മൾക്ക് മനസ്സിലാക്കുവാനായി സാധിക്കുകയുള്ളൂ. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളെ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. ദൈവമേ, എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയും അവരുടെ ജീവിതശൈലി സമ്മാനിച്ച രോഗങ്ങളും വേദനകളുമൊക്കെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒരുപക്ഷേ പറയുന്ന കാര്യങ്ങൾ ഓപ്പണായി ഒന്ന് ഉൾക്കൊള്ളുവാനായിട്ട്
അവയൊന്നും സ്വീകരിക്കാൻ പറ്റാത്ത അവസരങ്ങളിലൂടെ കടന്നു പോയാൽ മനസ്സിൽ മുഴുവൻ ഇരുട്ടാണ്, ഒന്നും കയറുന്നില്ലാത്തൊരവസ്ഥ, ഇരുട്ട്, യാതൊന്നിനും പ്രവേശിക്കുവാൻ പറ്റാത്ത അവസ്ഥയിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ദൈവമേ എല്ലാവിധ അടിമത്തങ്ങളിൽ നിന്നും മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ശാന്തസുന്ദരമായ ഒരു ഗ്രാമത്തിൽ കുറച്ചു പേര് താമസിച്ചിരുന്നു. എല്ലാ ദിവസവും ആ ഗ്രാമത്തിൽ നിന്ന് നഗരത്തിലേക്ക് ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു. ഈ ട്രെയിനിൽ പ്രവേശിക്കുന്ന 90% ആൾക്കാരും ആ ഗ്രാമത്തിൽ വസിക്കുന്നവരാണ്. എല്ലാവർക്കും അവരുടേതായ സീറ്റുകളുണ്ട്. ശാന്തമായി അവർ ആ സീറ്റിലിരിക്കും, ഭക്ഷണം കഴിക്കും, കുറച്ച് വായിക്കും, കുറച്ച് മ്യൂസിക്കൊക്കെ കേൾക്കും. അങ്ങനെ ജീവിതമൊക്കെ ആസ്വദിച്ച് മുമ്പോട്ട് പോകുന്ന ഒരവസരം. ഈ ട്രെയിന് അടുത്ത സ്റ്റോപ്പിൽ നിർത്തുകയാണ്. ഇങ്ങനെ നിർത്തുന്ന സമയത്ത് ഒരു പിതാവും 3 പെൺകുട്ടികളും കൂടെ ഈ ട്രെയിനിലേക്ക് കയറുകയാണ് ചെയ്യുന്നത്. ഈ കയറിയ മാത്രയിൽ ഈ ട്രെയിനിൽ ഇരിക്കുവാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല, കാരണം എല്ലാം ഫുള്ളാണ്, എല്ലാവരും ഇരിക്കുകയാണ്. കയറിയ മാത്രയിൽ ഈ പിതാവിൻ്റെ തോളിൽ കിടക്കുന്ന ആ ചെറിയ കുഞ്ഞ് അവളിങ്ങനെ നിലവിളിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ മനുഷ്യന് ഈ കുഞ്ഞിനെ ആശ്വസിപ്പിക്കാൻ പോലും പറ്റുന്നില്ല. അദ്ദേഹത്തിൻ്റെ കൈകളൊക്കെ ഒന്ന് വിറച്ചുകൊണ്ടിരിക്കുകയാണ്. മൂത്ത കുട്ടി അവിടെ അടുത്തിരുന്ന ആളുടെ മടിയിലേക്ക് അദ്ദേഹത്തിൻ്റെ അനുവാദമില്ലാതെ ചാടിക്കയറി അവിടെ ഇരിപ്പുറപ്പിച്ചു. രണ്ടാമത്തെ കുട്ടി പത്രം വായിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയുടെ പത്രം ബലമായി പിടിച്ചു മേടിച്ച് ആ പത്രം വിരിച്ച് ആ തറയിൽ ഇരുന്നു. എങ്ങനെ ഇരുന്നപ്പോഴേക്കും ആ യാത്രക്കാരെല്ലാം അസ്വസ്ഥരായി. ഈ പിതാവിനെ അവരെല്ലാവരും വാക്കുകളിലൂടെ വേദനിപ്പിക്കുവാനായിട്ട് തുടങ്ങി. നിങ്ങൾ എന്ത് മനുഷ്യനാണ്? ഈ മക്കൾക്ക് ഇതുപോലുള്ള പരിശീലനങ്ങളൊക്കെയാണോ കൊടുക്കുന്നത്? ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവർ ശകാരിക്കുവാനായിട്ട് തുടങ്ങിയ ഈ മനുഷ്യന് ഇത് കുറേയൊക്കെ കേൾക്കുവാൻ സാധിച്ചു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മനസ്സ് വളരെ അസ്വസ്ഥമായിരുന്നു, ഒന്നും പറയുന്നില്ല. ഈ തോളിലിരുന്ന കുഞ്ഞ് പൈതൽ നിലവിളിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞു പോയി. ആ കമ്പാർട്ട്മെൻറ്റ് മുഴുവൻ ബഹളമയമായി മാറി. അവസാനം അദ്ദേഹം മറുപടി പറഞ്ഞു, പ്രിയപ്പെട്ട യാത്രക്കാരെ, നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നെയൊന്ന് കേൾക്കാമോ? ഏകദേശം 30 മിനിറ്റ് മുമ്പ് വരെ ഈ കുഞ്ഞുമക്കൾ ഇങ്ങനെയല്ലായിരുന്നു. അരമണിക്കൂർ മുമ്പ് ഞാനൊരു കാർ ഓടിച്ചു വരികയായിരുന്നു. എൻ്റെ കാറ് ടാങ്കർ ലോറിയുടെ അടിയിൽ അകപ്പെട്ടു. എൻ്റെ ജീവിത പങ്കാളി ആ നിമിഷം തന്നെ മരിച്ചുപോയി. പെട്ടെന്ന് ആംബുലൻസ് വന്നു. അപ്പോൾ ആംബുലൻസിൽ വന്ന വ്യക്തികൾ പറഞ്ഞു, ഈ മക്കൾക്ക് വലിയ പേടി തട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് അങ്ങ് എങ്ങനെയെങ്കിലും ഈ മക്കളെയും വഹിച്ചുകൊണ്ട് അടുത്ത ഹോസ്പിറ്റലിലേക്ക് വരാനായിട്ട്. അങ്ങനെ വന്നപ്പം ഞാൻ എൻ്റെ വേവലാതിയോടുകൂടെ ഈ മക്കളെയും കൊണ്ട് ഈ ട്രെയിനിലേക്ക് കയറ്റിയതാണ്. ഇവർ ഇത്രയൊക്കെയല്ലേ ചെയ്തുള്ളൂ? ആ പേടി തട്ടി ഭയമുണ്ട്, അവർക്ക് ഇത്രയെങ്കിലുമൊക്കെ ചെയ്യാനുള്ള അർഹതയില്ലേ? ഐ ആം സോറി എന്ന് പറഞ്ഞ് അദ്ദേഹം തൻ്റെ വാക്കുകൾ പതുക്കെ അവസാനിപ്പിക്കുകയാണ്. ആ ട്രെയിനിൽ യാത്ര ചെയ്ത വ്യക്തികൾക്കെല്ലാം വലിയ ദുഃഖമായി. നിശബ്ദത തളം കെട്ടിക്കിടന്നു. സ്നേഹമുള്ളവരെ, ഓരോ കാര്യത്തിൻ്റെയും ഓരോ പ്രശ്നത്തിൻ്റെയും പിന്നിൽ ഇതാണ്. നമുക്ക് ഒരു വ്യക്തിയെ, ഒരു കുടുംബത്തെ ഒന്നടുത്തറിയുവാനായിട്ട് സാധിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ നമുക്ക് ക്ഷമിക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെയെങ്കിൽ ക്ഷമിക്കാനുള്ള ധൈര്യം വേണമെങ്കിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആ വ്യക്തിയെ, ആ കുടുംബത്തെ ഒന്ന് അടുത്തറിയുവാനുള്ള വലിയൊരു മനോഭാവമാണ്, മനസ്സിൻ്റെ ഒരു തുറവിയാണ്. എനിക്ക് പരിചയമുള്ള ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം എപ്പോഴും അസ്വസ്ഥനാണ്, വലിയ ദേഷ്യമാണ്. മുഖത്ത് ഒരു പുഞ്ചിരിയോ ഒരു പ്രസാദമൊന്നുമില്ല, ആരോടും വലിയ അടുപ്പമൊന്നുമില്ല. വളരെ അസ്വസ്ഥത നിറഞ്ഞ ജീവിതമാണ് അദ്ദേഹം നയിക്കുന്നത്. പെട്ടെന്ന് ദേഷ്യപ്പെടും. വാ തുറന്നാൽ മോശമായ വാക്കുകൾ മാത്രമേ പറയുള്ളൂ. സന്തോഷത്തിൻ്റെ ഒരു വാക്ക് കേൾക്കുവാനായിട്ട് സാധിക്കത്തില്ല. ചില സമയത്ത് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ അത് കേൾക്കുമ്പോൾ നമ്മൾ ചെവി പോലും പൊത്തിപ്പോവും. വലിയ മോശമായ വാക്കുകളൊക്കെ പറഞ്ഞ് വളരെ അസ്വസ്ഥതയോടുകൂടി ജീവിക്കുന്ന ഒരു വ്യക്തി. അദ്ദേഹമായിട്ട് കുറച്ച് സമയം ഞാൻ സംസാരിച്ചു. അങ്ങനെ വന്നപ്പോൾ എനിക്ക് ആദ്യമൊക്കെ ഈ വ്യക്തിയോട് വലിയ നീരസമായിരുന്നു. കാരണം പോസിറ്റീവ് എനർജി തരുന്ന ഒരു കാര്യവുമില്ല,
എല്ലാവരും വെറുപ്പിച്ച് ജീവിക്കുകയാണ്. കുറേ നേരം സംസാരിച്ചപ്പം മനസ്സിലാക്കാനായിട്ട് സാധിച്ചു, ഇദ്ദേഹത്തിൻ്റെ ജീവിതം, ജനിച്ചു വളർന്ന സാഹചര്യങ്ങൾ, അനുജന്മാരും ജ്യേഷ്ഠന്മാരും അനുജത്തിമാരുമൊക്കെ ധാരാളമുണ്ടായിരുന്നു. അവരാരും പരിഗണിച്ചില്ല, സ്നേഹിച്ചില്ല. സ്വന്തമായിട്ട് കഷ്ടപ്പെട്ടു, സ്വന്തമായിട്ട് അധ്വാനിച്ചു. ജീവിതത്തിൽ വേദനയിലൂടെ കടന്നുപോയപ്പോൾ തിരിഞ്ഞു നോക്കിയില്ല എന്ന് മാത്രമല്ല, എല്ലാവരും തള്ളിപ്പറയുകയും അവഗണിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരിൽ നിന്ന് ഈ അവഗണന നേരിട്ടപ്പോൾ, സഹോദരങ്ങളിൽ നിന്ന് കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ എല്ലാവരോടും അദ്ദേഹത്തിന് ദേഷ്യമാണ്, പകയാണ്. ആ ദേഷ്യവും പകയുമാണ് വെറുപ്പായി, മോശമായ വാക്കുകളായി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. സ്നേഹം വളരെ അടുത്ത് ഇടപെട്ടപ്പം, ആ വ്യക്തിയെ മനസ്സിലാക്കാൻ സാധിച്ചപ്പം ചെറിയൊരു സ്നേഹം അദ്ദേഹത്തോട് തോന്നി തുടങ്ങി. അങ്ങനെയെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ പ്രിയപ്പെട്ടവരെ, നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ ഒരു പ്രതികാരം ചെയ്യുന്ന വ്യക്തികൾ, ഒരുപക്ഷെ അവർ മനഃപൂർവ്വം ചെയ്യുന്നതല്ല, മറിച്ച് അവരുടെ ജീവിത സാഹചര്യങ്ങൾ, അവർക്ക് സമ്മാനിച്ച കാര്യങ്ങൾ, അത് വേറൊരു രീതിയിലേക്ക് നമുക്ക് തരികയാണ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ക്ഷമിക്കാനുള്ള ധൈര്യം നമുക്ക് ലഭിക്കണമെങ്കിൽ, തൻ്റെ ഇടം കിട്ടണമെങ്കിൽ, ഓരോ വ്യക്തികളെയും ആഴത്തിൽ മനസ്സിലാക്കിയാൽ വലിയ സന്തോഷവും സൗഭാഗ്യവും നമുക്ക് ഉണ്ടാവും. ഇനി എന്തുകൊണ്ട് ക്ഷമിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു ചോദ്യം. പ്രധാനമായും 3 കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ക്ഷമിക്കുവാൻ സാധിക്കാതെ വരുന്നത്. മനുഷ്യ മനസ്സിന് ഒരു സെൽഫ് പ്രിസർവേഷൻ, ആത്മസംരക്ഷണ സംവിധാനമുണ്ട്. അതിലൊന്നാമത്തെ കാര്യം ഇതാണ്: പെയിൻ അവോയ്ഡൻസ് മെക്കാനിസം. വേദനയൊക്കെ ഒന്ന് ഉന്മൂലനം ചെയ്യുവാനുള്ള ഒരു രീതി. അതായത് ഒരു വ്യക്തി ചതിക്കപ്പെട്ടു, വഞ്ചിക്കപ്പെട്ടു, അല്ലെങ്കിൽ അസ്വസ്ഥനായി. അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികളോട് ഇനി ഒരു കാരണവശാലും ഒരു കോംപ്രമൈസും ചെയ്യത്തില്ല. അതുകൊണ്ട് ഇനി അങ്ങനെ പോയാൽ തന്നെ അവനോട് സ്നേഹവും കാരുണ്യവും ഒക്കെ കാണിച്ചാൽ അവൻ വീണ്ടും ഇത് തന്നെ ചെയ്യുള്ളൂ. അതുകൊണ്ട് ഈ വേദനയും അസ്വസ്ഥതകളെല്ലാം മനസ്സിൽ വെച്ച് മുമ്പോട്ട് പോകുവാനുള്ള ഒരു മനസ്സിൻ്റെ പ്രവണതയാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് ഐഡൻറ്റിറ്റി പ്രൊട്ടക്ഷൻ മെക്കാനിസം, അഹങ്കാര സംരക്ഷണം എന്ന് മലയാളത്തിൽ പറയും. എന്നോട് അവൾ തെറ്റ് ചെയ്തു, ഞാൻ ക്ഷമിച്ചാൽ അത് അവൾ വിജയിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും ഞാൻ ക്ഷമിക്കില്ല. കാരണം എൻ്റെ കയ്യിൽ ന്യായമുണ്ട്, യുക്തിയുണ്ട്, ഞാൻ ക്ഷമിക്കില്ല എന്ന തീരുമാനം. മൂന്നാമത്തേത് ജസ്റ്റിസ് മെക്കാനിസം, നീതിയാകട്ടെ എന്ന മനോഭാവം. അവൾ എന്നോട് മോശമായിട്ട് പെരുമാറി, അതുകൊണ്ട് അതിൻ്റെ തിക്തഫലങ്ങൾ അവർ അനുഭവിച്ചേ മതിയാവും. അങ്ങനെ മനസ്സ് പറയുന്ന അവസ്ഥ. പ്രിയപ്പെട്ടവരെ, ഈ 3 തലങ്ങളിൽ നമുക്കൊരു മോചനം ഉണ്ടാവണം. കാരണം ഈ തലങ്ങളെയൊക്കെ ഒന്ന് ദൈവിക സന്നിധിയിലേക്കൊന്ന് ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ മനസ്സൊന്ന് ഫ്രീ ആവുകയുള്ളൂ. അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഈ വിഴുപ്പ് ഭാണ്ഡവും വഹിച്ചുകൊണ്ട് നമ്മൾ നടക്കുകയാണ് ചെയ്യുന്നത്. മനഃശാസ്ത്രപരവും വൈദ്യശാസ്ത്രപരവുമായ പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്രകാരമാണ്: ക്ഷമിക്കാതിരുന്നാൽ അത് പലതരത്തിലുള്ള അസുഖങ്ങളിലേക്ക് നയിക്കും എന്ന്. ക്ഷമിക്കാൻ കഴിയാത്തവരിൽ കാണുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെയുള്ള വ്യക്തികളിൽ ഉയർന്ന സ്ട്രെസ് ലെവൽ എപ്പോഴും ഉണ്ടായിരിക്കും. കാരണം ജീവിതത്തിൽ വലിയ വിഴുപ്പ് ഭാണ്ഡം ചുമന്നുകൊണ്ടാണ് ഇവർ ജീവിക്കുന്നത്. അപ്പം അതുകൊണ്ട് രക്തസമ്മർദ്ദം കൂടുതലാണ്, വലിയ വേദനയോട് ഭാരം വഹിച്ചുകൊണ്ടാണ് ഇവർ ജീവിക്കുന്നത്. ഈ സ്ട്രെസ് ലെവല് അമിത രക്തസമ്മർദ്ദം, വയറുവേദന, തലവേദന, ഉറക്കക്കുറവ് തുടങ്ങിയവയിലേക്ക് നയിക്കുമെന്നാണ് വൈദ്യശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു വച്ചിരിക്കുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓവർ തിങ്കിങ്. സംഭവിച്ച കാര്യത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിക്കും. ചിലരെ സംബന്ധിച്ചിടത്തോളം ഈ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പം അവർക്കൊരു നെഗറ്റീവ് എനർജി പ്രദാനം ചെയ്യുന്നു. അപ്പോൾ ആ സംഭവങ്ങൾ ആ ഓർമ്മയിൽ ജീവിക്കുവാനായിട്ട് ശ്രമിക്കുന്നു. അങ്ങനെ വന്നു കഴിയുമ്പം കുറേ കഴിയുമ്പം ഒരു വിഷാദ രോഗത്തിലേക്ക്, അസ്വസ്ഥതയിലേക്ക് ഇവരെ അത് നയിക്കും. ചിലരൊക്കെ വിഷാദ രോഗത്തിന് അടിമപ്പെട്ടു പോകുവാനും കാരണം ഇതാണ്. ഈ ഓവർ തിങ്കിങ് നമ്മൾ കണ്ടതുപോലെ ഡിപ്രഷനിലേക്കും ആൻസൈറ്റിയിലേക്കും നയിക്കുന്നു. പിന്നീട് ചിലപ്പോൾ ഉറക്കക്കുറവ് അനുഭവപ്പെടുന്നു, മരുന്നുകളുടെ ഉപയോഗം വരുന്നു. എന്തിനേറെ അതൊരു എക്സ്ട്രീം ലെവലിലേക്ക് എത്തിക്കഴിയുമ്പം പ്രതികാര ചിന്തയായിട്ട് വരും.
കാരണം അവൻ്റെ അല്ലെങ്കിൽ അവരുടെ മനസ്സിനെ നിയന്ത്രിക്കാനായിട്ട് പറ്റുന്നില്ല. നമ്മളൊക്കെ വാർത്ത കണ്ടിട്ടുണ്ട്. അതായത് വെട്ടിക്കൊല്ലുന്നു, അല്ലെങ്കിൽ ആസിഡ് ഒഴിച്ച് പരിക്കേൽപ്പിക്കുന്നു മുഖത്ത്, അല്ലെങ്കിൽ നട റോഡിൽ വെച്ച് അഗ്നിക്കിരയാക്കുന്നു. ഈ പല കാര്യങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്, വാർത്തകളിൽ വായിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെയൊക്കെ പിന്നിൽ ഈ പ്രതികാര ചിന്തയാണ്, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഉള്ളത്. ക്ഷമിക്കാതിരിക്കുന്നത് ഒരു ഇൻറ്റേർണൽ പോയിസൺ പോലെയാണ്, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വിഷം ബാധിച്ച പോലെയുള്ള ഒരവസ്ഥയിലേക്കാണ് നയിക്കുന്നത്. ക്ഷമിക്കാത്ത മനസ്സ് കത്തുന്ന കനൽ പോലെയാണ്. അങ്ങനെയെങ്കിൽ എവിടെയെങ്കിലും ഒരു സാഹചര്യം കിട്ടിയാൽ ഇത് ആളിക്കത്തും. അങ്ങനെ വന്നാൽ ക്ഷമിക്കാൻ സാധിക്കട്ടെ, പൊറുക്കാൻ സാധിക്കട്ടെ. നമുക്കറിയാം, കുരിശിലേക്ക് നോക്കിയാൽ അവിടെയാണ് ക്ഷമിക്കുവാനുള്ള ധൈര്യം കാണിച്ചവനെ കാണുവാൻ സാധിക്കുന്നത്. കുരിശിലേക്ക് നോക്കണം, കാരണം ക്ഷമിക്കുവാനുള്ള ധൈര്യം ഈശോ കാണിച്ചു. ഈശോ പ്രാർത്ഥിച്ചത് നമുക്കറിയാം, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. സ്നേഹമുള്ളവരെ, ഓരോ വ്യക്തികളെയും ഓരോ സാഹചര്യങ്ങളെയും ഈശോ മനസ്സിലാക്കി അങ്ങനെ സമ്പൂർണ്ണമായി പിതാവിന് സമർപ്പിച്ചുകൊണ്ട് ആത്മാവിനെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. എങ്ങനെ നമുക്ക് ക്ഷമിക്കുവാനായിട്ട് സാധിക്കും? ഒന്നാമത്തെ കാര്യം ഇതാണ്: ദയാഭാവം ചിന്തയുടെ ഭാഗമാക്കുക. കമ്പാഷൻ റീഫ്രെയിമിങ്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ആ വ്യക്തിയെ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് സാധിച്ചപ്പം ആ വ്യക്തിയോടുണ്ടായ നീരസം പതുക്കെ പതുക്കെ മാറി. അപ്പോൾ നമ്മളോട് ഇടപെടുന്ന ഓരോ വ്യക്തികൾ, അവരുടെ ജീവിത സാഹചര്യങ്ങൾ, അവരുടെ കൂട്ടുകെട്ടുകൾ എല്ലാം നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പം അവരോട് പതുക്കെ പതുക്കെ നമുക്കൊരു അനുകമ്പ തോന്നും. അവരൊന്നും ബോധപൂർവമല്ല, അവരുടെ ജീവിത സാഹചര്യങ്ങളാണ് ഇതിലേക്ക് ആക്കി തീർത്തതെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. രണ്ടാമത്തേത് കൊഗ്നിറ്റീവ് ഷിഫ്റ്റിംഗ്, ചിന്തയെ മാറ്റുക. അവള് എന്തോ എന്നോട് ചെയ്തു, ജീവിതകാലം മുഴുവൻ ആ ചിന്തയും വേദനയും പേറിക്കൊണ്ട് ജീവിക്കാതെ പതുക്കെ എന്ന് ആ ചിന്തകളേക്കൊന്ന് മാറ്റണം. കാരണം ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നത് ഒന്നോ രണ്ടോ വ്യക്തികളെയോ ഒന്നോ രണ്ടോ കുടുംബങ്ങളെ അല്ല പ്രിയപ്പെട്ടവരെ, ഒത്തിരി കുടുംബങ്ങളും വ്യക്തികളും നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ പതുക്കെ ആ ചിന്താ രീതികളൊക്കെ ഒന്ന് മാറ്റി നമ്മുടെ മനസ്സൊന്ന് ശാന്തമാക്കുവാനായിട്ട് ശ്രമിക്കണം. മൂന്നാമതായി, ആത്മീയമായ സമീപനം നാം സ്വീകരിക്കണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കുരിശിലേക്ക് നമുക്ക് നോക്കുവാനായി സാധിക്കണം. അങ്ങനെ വന്നാൽ നമ്മൾ നോമ്പിലൂടെ പോകുന്നു, പ്രായശ്ചിത്ത പ്രവൃത്തികളിലൂടെ പോകുന്നു, ഭക്ഷണ പദാർത്ഥങ്ങൾ മാത്രം വർജിക്കുക, ഉപവാസം എടുക്കുക എന്നുള്ളത് മാത്രമല്ല ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ ചെയ്യുന്നത്. ഈ വർഷങ്ങളായി മനസ്സിൽ ഇങ്ങനെ പേറിക്കൊണ്ട് നടക്കുന്ന വിഴുപ്പ് ഭാണ്ഡങ്ങളില്ലേ, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയില്ലേ, അവയൊക്കെ ഒന്ന് കൊടുക്കണം. ആ വ്യക്തികളും സംഭവങ്ങളുമൊക്കെ മനസ്സിലേക്ക് വന്നു കഴിയുമ്പം നാഥാ പറ്റുന്നില്ല, വലിയ വിഷമമാണ്, തീക്കനൽ പോലെ ചില ചിന്തകളൊക്കെ ആളിക്കത്താൻ തുടങ്ങിയ അവയൊക്കെ ഒന്ന് സമർപ്പിക്കുവാനായിട്ട്, ഒരു ദയാഭാവത്തിലേക്ക് വരുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അവിടെയാണ് ജീവിതം വിജയിക്കുക, ജീവിതം സുന്ദരമാകുക. പ്രിയപ്പെട്ടവരെ, ക്ഷമിക്കുമ്പോൾ കോർട്ടിസോൾ എന്ന ഹോർമോൺ കുറയും. അതോടൊപ്പം എൻഡോർഫിൻ എന്ന സന്തോഷം തരുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടും. അവിടെ വലിയൊരു ആന്തരിക സന്തോഷം അനുഭവിക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെയെങ്കിൽ നമ്മുടെയൊക്കെ ശക്തിയുടെ ലക്ഷണമെന്ന് പറയുന്നത് ക്ഷമയാണ്. ക്ഷമിക്കാനുള്ള ധൈര്യം നമ്മൾ കാണിക്കണം. ക്ഷമിക്കാൻ പഠിക്കുമ്പോൾ മനസ്സിൽ ശാന്തത അനുഭവിക്കുവാനായിട്ട്, സ്വസ്ഥത അനുഭവിക്കുവാനായിട്ട് നമ്മൾക്ക് സാധിക്കുന്നു. ഏറ്റവും കൂടുതൽ മാനസികമായ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ ക്ഷമിക്കാൻ പറ്റാത്തവരാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ക്ഷമിക്കാനുള്ള ഒരു ധൈര്യം നൽകി നാഥാ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ചില വേദനകളും ചില വ്യക്തികളും അത് മനസ്സിൽ നിന്ന് മാറ്റാൻ ശ്രമിച്ചാൽ പോലും നാഥാ പറ്റുന്നില്ല. താഴ്ത്തിക്കെട്ടിയ നിമിഷങ്ങൾ, ചതിക്കപ്പെട്ട നിമിഷങ്ങൾ നാഥാ പറ്റുന്നില്ല. അങ്ങേറ്റെടുക്കണമേ. കുരിശിലേക്ക് നോക്കുവാനായിട്ട്, അങ്ങ് ക്ഷമിച്ചതുപോലെ ക്ഷമിക്കുവാനുള്ള ധൈര്യം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.